നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കീഴടങ്ങണമെന്ന ഭീഷണിയുമായി എത്തിയ അമേരിക്കയ്ക്ക് ഉറച്ച ശബ്ദത്തിൽ മറുപടി നൽകിയ ആയത്തുള്ള അലി ഖൊമേനി. ഇറാഖിലെ ആണവ കേന്ദ്രം ആക്രമിച്ച ഇസ്രായേലിന് വീണ്ടും തിരിച്ചടിയുമായി ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ മടങ്ങിയെത്തുന്ന കേരളീയർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കണമെന്ന് ഡൽഹി കേരള ഹൌസിൽ നിർദ്ദേശം നൽകി പിണറായി വിജയൻ. കെയർ സ്റ്റാമറുമായി G7 ഉച്ചകോടിക്കിടെ നടന്ന കൂടിക്കാഴ്ച അസാധാരണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. UK-യിലെ വായു മലിനീകരണം മൂലം ആഴ്ചയിൽ 500-ലധികം മരണങ്ങൾ സംഭവിക്കുന്നുവെന്ന് റോയൽ കോളേജ് ഓഫ് ഫിസിഷ്യൻസ് റിപ്പോർട്ട്. കേംബ്രിഡ്ജ് മലയാളി അസോസിയേഷന്റെ ഭരണസമിതിയിൽ പുതിയ പ്രസിഡന്റ് സിനോയ് തോമസ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പ്രചാരണ രംഗത്ത് ശക്തമായ പ്രവർത്തനങ്ങൾ നടത്തി ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് UK കേരള ചാപ്റ്റർ. 6 മാസത്തിലധികം ഉപയോഗിക്കാൻ പര്യാപ്തമായ അളവിലുള്ള അവശ്യ ഭക്ഷ്യോൽപ്പന്നങ്ങൾ ദേശീയ കരുതൽ ശേഖരത്തിലുണ്ടെന്ന് കുവൈറ്റ് വാണിജ്യ മന്ത്രാലയം. വാർത്തകൾ വിശദമായി. സമ്പൂർണമായി കീഴടങ്ങണമെന്ന ഭീഷണിയുമായി എത്തിയ അമേരിക്കയ്ക്ക് ഉറച്ച ശബ്ദത്തിൽ മറുപടിയുമായി ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖൊമേനി. അമേരിക്ക ഇടപെട്ടാൽ അവർക്ക് പരിഹരിക്കാൻ പറ്റാത്ത ദോഷം നേരിടേണ്ടി വരുമെന്ന് ഖൊമേനി പറഞ്ഞു. ടെലിവിഷൻ സന്ദേശത്തിലൂടെയാണ് അദ്ദേഹം ലോകത്തെ അഭിസംബോധന ചെയ്തത്. തന്റെ ജീവന് വലിയ വില കൽപ്പിക്കുന്നില്ല. രാജ്യത്തിന്റെ അഭിമാനമാണ് പ്രധാനം. ഇറാനിയർ കീഴടങ്ങുന്നവരല്ല, അതറിയാവുന്നവർ തങ്ങളെ ഭീഷണിപ്പെടുത്തില്ല എന്നാണ് ഇറാന്റെ പരമോന്നത നേതാവ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ആയത്തുള്ള അലി ഖൊമേനി ലോകത്തിന് മാത്രമല്ല US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നൽകുന്ന ആ മറുപടി. നിരുപാധികം സമ്പൂർണ്ണമായി കീഴടങ്ങണമെന്ന ഭീഷണിയുമായി എത്തിയ അമേരിക്കയ്ക്ക് ഉറച്ച ശബ്ദത്തിൽ മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖൊമേനി. അമേരിക്ക ഇടപെട്ടാൽ അവർക്ക് പരിഹരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ദോഷമുണ്ടാക്കുമെന്നുള്ളൊരു മുന്നറിയിപ്പും ഖൊമേനി നൽകുന്നുണ്ട്. ബങ്കറിൽ സുരക്ഷിതമായി ഇരുന്നു കൊണ്ട് ടെലിവിഷൻ സന്ദേശത്തിലൂടെയാണ് ഖൊമേനി ലോകത്തെ അഭിസംബോധന ചെയ്തത്. അമേരിക്കയും ഇസ്രായേലും കേൾക്കാൻ വേണ്ടിയാണ്. പക്ഷേ ഇറാനെയും അവിടുത്തെ മനുഷ്യരെയും ഇറാന്റെ ചരിത്രവും അറിയാവുന്നവർ ഭീഷണിയുടെ സ്വരത്തിൽ സംസാരിക്കാറില്ല. കാരണം ഇറാനികൾ കീഴടങ്ങുന്നവരല്ല എന്ന് ഉറച്ച സ്വരത്തിൽ പറയുന്നു ആയത്തുള്ള അലി ഖൊമേനി. ഇറാഖിലെ ആണവ കേന്ദ്രം ആക്രമിച്ച ഇസ്രായേലിന് വീണ്ടും ഇറാന്റെ തിരിച്ചടി. ബീർഷേബയിലെ സൊറോക്കോ ആശുപത്രിയിൽ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം ഉണ്ടായതായി ഇസ്രായേൽ അധികൃതർ അറിയിച്ചു. ഇറാൻ പുതിയ വ്യോമാക്രമണം നടത്തിയതിന് പിന്നാലെയാണ് ഇത്. 20ഓളം പേർക്ക് പരിക്കേറ്റു. 3 പേരുടെ നില ഗുരുതരമാണ്. ടെൽ അവീവിലും റാമത്ത് ഗാനിലും ഹൊളോണയിലും ചുരുങ്ങിയത് 4 മിസൈലുകളെങ്കിലും ലക്ഷ്യത്തിൽ പതിച്ചതാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ആക്രമണത്തിൽ കനത്ത നാശനഷ്ടമുണ്ടായി. ഇന്ന് രാവിലെ ഇറാനിലെ അറാഖിലുള്ള ഹെവി വാട്ടർ റിയാക്ടറിന് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നു. എന്നാൽ റേഡിയേഷൻ അപകടമില്ലെന്ന് ഇറാൻ ടെലിവിഷൻ അറിയിച്ചു. ഇസ്രായേൽ മുന്നറിയിപ്പിനെ തുടർന്ന് ഇവിടെയുള്ള ആളുകളെ നേരത്തെ ഒഴിപ്പിച്ചിരുന്നു. ഇറാൻ ആഭ്യന്തര സുരക്ഷാ ആസ്ഥാനത്തും ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നു. മിഡിൽ ഈസ്റ്റിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾക്കിടയിൽ ഇറാനും ഇസ്രയേലും തമ്മിലുള്ള ചർച്ചകൾ മധ്യസ്ഥത വഹിക്കുവാനുള്ള സന്നദ്ധത അറിയിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ രംഗത്ത് വന്നു. എന്നാൽ ഉക്രൈനിലെ സമാധാന ചർച്ചകൾ തീരുമാനമുണ്ടാക്കണമെന്നായിരുന്നു US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചത്. 2 രാജ്യങ്ങളുമായി മോസ്കോയുടെ ദീർഘകാല ബന്ധങ്ങൾ മേഖലയിലെ സമാധാനം പുനഃസ്ഥാപിക്കാൻ സഹായിക്കുന്നതിന് റഷ്യയെ ഏറ്റവും അനുയോജ്യവും സവിശേഷമായ രാജ്യവുമായി മാറ്റുമെന്നാണ് പുടിൻ അവകാശപ്പെട്ടത്. സ്ഥിതിഗതികൾ ലഘൂകരിക്കുവാനുള്ള നിർദ്ദേശങ്ങൾ റഷ്യ ഇതിനകം ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക എന്നിവയുമായി പങ്കിട്ടിട്ടുണ്ടെന്നും പുടിൻ വ്യക്തമാക്കി. മിഡിൽ ഈസ്റ്റിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾക്കിടയിൽ ഇറാനും ഇസ്രയേലും തമ്മിലുള്ള ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിക്കാനുള്ള സന്നദ്ധത അറിയിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ രംഗത്ത് വന്നു. എന്നാൽ ആദ്യം സ്വന്തം പണി നോക്കാൻ പറഞ്ഞിരിക്കുകയാണ് ട്രംപ്. തമ്മിൽ തല്ലിച്ച് ചോര കുടിക്കാൻ കാത്തിരിക്കുന്ന രക്തക്കൊതിയൻ ചെന്നായയുടെ മനസ്സിലാണ് ട്രംപിന്. അണിയറയിൽ ഇരുന്നു കൊണ്ട് ഇസ്രായേലിനു വേണ്ടി ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുന്ന ചാണക്യൻ ട്രംപ് തന്നെയാണ് എന്നത് പരസ്യമായ രഹസ്യമാണ്. ആ സാഹചര്യത്തിൽ യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറായി വരുന്ന ആരെയും ഓടിച്ചിട്ട് തല്ലാൻ തന്നെയാണ് ട്രംപിന്റെ തീരുമാനം. 2 രാജ്യങ്ങളുമായുള്ള മോസ്കോയുടെ ദീർഘകാല ബന്ധങ്ങൾ മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ സഹായിക്കുന്നതിന് റഷ്യയെ ഏറ്റവും അനുയോജ്യവും സവിശേഷവുമായ രാജ്യമാക്കി മാറ്റുന്നുവെന്ന് പുടിൻ അവകാശപ്പെട്ടു. സെന്റ് പീറ്റേഴ്സ്ബർഗ് ഇന്റർനാഷണൽ എക്കണോമിക് ഫോറത്തിൽ ആഗോള വാർത്താ ഏജൻസികളിലെ മുതിർന്ന എഡിറ്റർമാരുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ സംസാരിക്കവെയാണ് പുടിൻ വിഷയത്തിൽ തന്റെ നിലപാട് വ്യക്തമാക്കിയത്. സ്ഥിതിഗതികൾ ലഘൂകരിക്കാനുള്ള നിർദ്ദേശങ്ങൾ റഷ്യ ഇതിനകം ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക എന്നിവയുമായി പങ്കിട്ടിട്ടുണ്ടെന്നും പുടിൻ പറഞ്ഞു. ഏതൊരു ലോക നേതാവിന്റെയും ആശയങ്ങളെ വളരെ പരിഹാസ രൂപേണ തള്ളിക്കളയുന്ന തന്റെ സ്വഭാവം ട്രംപ് പുടിന്റെ ഈ ഉദ്ദേശത്തിനു മേലും ചാർത്തി.
റഷ്യ ആരുടെയും മേൽ ഒന്നും അടിച്ചേൽപ്പിക്കുന്നില്ല എന്നും ഈ സാഹചര്യത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നതിനെ കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത് എന്നുമാണ് പുടിൻ അഭിപ്രായപ്പെട്ടത്. എന്നാൽ തീരുമാനം തീർച്ചയായും ഈ എല്ലാ രാജ്യങ്ങളുടെയും, പ്രത്യേകിച്ച് ഇറാന്റെയും ഇസ്രായേലിന്റെയും രാഷ്ട്രീയ നേതൃത്വങ്ങളുടേതാണ് എന്ന് പുടിൻ വ്യക്തമാക്കി. പ്രശ്നത്തിന്റെ ഗൗരവം ട്രംപും അംഗീകരിച്ചു എന്നതാണ് ശ്രദ്ധേയമായ കാര്യമെന്ന് പറഞ്ഞ പുടിൻ ഇതൊരു സൂക്ഷ്മമായ പ്രശ്നമാണെന്നാണ് ട്രംപ് വിലയിരുത്തുന്നതെന്നും കൂട്ടിച്ചേർത്തു. പക്ഷേ സംഘർഷത്തിനൊരു പരിഹാരം സാധ്യമാണെന്നും പുടിൻ പറഞ്ഞു. തന്റെ കാഴ്ചപ്പാടിൽ ഒരു പരിഹാരം കണ്ടെത്താൻ കഴിയുമെന്നുള്ള വിശ്വാസമാണ് മാധ്യമങ്ങളോട് സംസാരിക്കവേ പുടിൻ ചൂണ്ടിക്കാട്ടിയത്. ഇറാൻ ഇസ്രയേൽ സംഘർഷം കൊടുമ്പിരികൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇറാനുമായുള്ള ആണവ ചർച്ച നടത്താൻ തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണ് യൂറോപ്യൻ മന്ത്രിമാർ. അതായത് ജർമ്മൻ, ഫ്രാൻസ്, ബ്രിട്ടൻ എന്നീ രാജ്യങ്ങളുടെ വിദേശകാര്യ മന്ത്രിമാർ. യൂറോപ്യൻ യൂണിയന്റെ ഉന്നത നയതന്ത്രജ്ഞർ കാജ കല്ലാസുമായി വെള്ളിയാഴ്ച മന്ത്രിമാർ ആദ്യം കൂടിക്കാഴ്ച നടത്തും. തുടർന്ന് ഇറാൻ വിദേശകാര്യമന്ത്രിയുമായി സംയുക്ത കൂടിക്കാഴ്ച നടത്തുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ മടങ്ങിയെത്തുന്ന കേരളീയർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കണമെന്ന് ഡൽഹി കേരള ഹൗസിലെ റെസിഡന്റ് കമ്മീഷണർക്ക് നിർദ്ദേശം നൽകിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. ഡൽഹിയിലെത്തുന്ന കേരളീയർക്ക് കേരള ഹൗസിൽ താമസ സൗകര്യം ഒരുക്കും. ഇതിനുശേഷം വിമാനം ലഭ്യമാകുന്ന മുറയ്ക്ക് മലയാളികളെ കേരളത്തിലേക്ക് അയക്കും. ഇറാനിലെയും ഇസ്രായേലിലെയും സ്ഥിതി ആശങ്കാജനകമായി തുടരുകയാണ്. ഈ പശ്ചാത്തലത്തിൽ തിരികെ കേരളത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന മലയാളികൾ നോർക്ക ഗ്ലോബൽ കോൺടാക്ട് സെന്ററിൽ ഹെൽപ്പ് ലൈൻ നമ്പറിൽ പേര് രജിസ്റ്റർ ചെയ്യണം. ഇവരുടെ വിവരം വിദേശകാര്യ മന്ത്രാലയത്തിനും ഇറാനിലെയും ഇസ്രായേലിലെയും ഇന്ത്യൻ എംബസികൾക്കും കൈമാറുകയും തുടർ നടപടികൾക്ക് വഴിയൊരുക്കുകയും ചെയ്യുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. UK പ്രധാനമന്ത്രി കെയർ സ്റ്റാമറുമായി G7 ഉച്ചകോടിക്കിടെ നടന്ന കൂടിക്കാഴ്ച അസാധാരണമെന്ന് വിശേഷിപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഴിഞ്ഞ മാസം ഇരു രാജ്യങ്ങളും ചേർന്ന് യാഥാർത്ഥ്യമാക്കിയ ഫ്രീ ട്രേഡിംഗ് എഗ്രിമെന്റ് ഇന്ത്യ UK വ്യാപാര ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തും. അധിക തൊഴിൽ വിസ അടക്കം ഇരു രാജ്യങ്ങളും തമ്മിൽ തൊഴിൽ സാധ്യതകളും കൈമാറും. അസാധാരണമെന്നാണ് G7 ഉച്ചകോടിക്കിടെ നടത്തിയ കൂടിക്കാഴ്ചയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും UK പ്രധാനമന്ത്രി കെയർ സ്റ്റാമറും വിശേഷിപ്പിച്ചത്. കാരണമുണ്ട്. ഇന്ത്യയുമായുള്ള വ്യാപാര കരാറാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഇടനാഴി. കാനഡയിൽ നടക്കുന്ന 51ാമത് G7 ഉച്ചകോടിക്കിടെ നടന്ന മോദി സ്റ്റാമർ കൂടിക്കാഴ്ച ഇന്ത്യ UK ബന്ധത്തിലെ ഒരു സുപ്രധാന നിമിഷം കൂടിയായിരുന്നു. വ്യാപാര വാണിജ്യ മേഖലകളിൽ ഉഭയകക്ഷി ബന്ധങ്ങളുടെ ഇന്ത്യയും UK തമ്മിൽ വർദ്ധിച്ചു വരുന്ന ശക്തി വീണ്ടും എടുത്തുകാട്ടുന്ന ഒന്നായിരുന്നു ഈ കൂടിക്കാഴ്ച. അഹമ്മദാബാദിൽ അടുത്തിടെയുണ്ടായ എയർ ഇന്ത്യ വിമാനാപകടത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ കൂടിക്കാഴ്ച എന്നതും മറ്റൊരു ശ്രദ്ധേയമായ വസ്തുത. നിരവധി ബ്രിട്ടീഷുകാരുടെ ജീവൻ അപഹരിച്ച ദുരന്തം അതൊരു സാങ്കേതിക തകരാറിനെ തുടർന്നുള്ള അപകടം ആണെന്നും ഇരു നേതാക്കളും അംഗീകരിക്കുകയും ഇന്ത്യയുടെ അപകടം സംബന്ധിച്ച അന്വേഷണങ്ങളെ ഏകോപിപ്പിക്കുകയും സഹകരിക്കുകയും ചെയ്യാമെന്ന് ബ്രിട്ടൻ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഇന്ത്യ UK കരാറിലേക്ക് വരാം. 1 മാസമായില്ല ആ കരാർ യാഥാർത്ഥ്യമായി തുടങ്ങിയിട്ട്. സ്വതന്ത്ര വ്യാപാര കരാർ FTA അതുതന്നെയാണ് ഇന്ത്യ UK ബന്ധത്തിൻ്റെ ഏറ്റവും വലിയ ആകർഷണം. ഇന്ത്യയുടെ 4ാമത്തെ വലിയ കയറ്റുമതി ലക്ഷ്യസ്ഥാനമാണ് UK. അതേസമയം ഇന്ത്യ UKയുടെ 11ാമത്തെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയുമാണ്. ഉഭയകക്ഷി ബന്ധം ഏകദേശം $60 ബില്യൺ ഇപ്പോൾ. 2030 ആകുമ്പോഴേക്കും അത് ഇരട്ടിയാകും. $120 ബില്യൺ ഇന്ത്യ UK സാമ്പത്തിക ഇടപാട് മാറുമെന്നാണ് പ്രതീക്ഷ. ബ്രെക്സിറ്റിന് ശേഷമുള്ള UKയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉഭയകക്ഷി വ്യാപാര കരാറാണ് ഈ FTA കരാർ. UKയിലേക്കുള്ള ഇന്ത്യൻ കയറ്റുമതിയുടെ 99%-നും സീറോ ഡ്യൂട്ടി ആക്സസ് ആണ് ഈ FTA കരാറിലെ ഏറ്റവും തന്ത്രപ്രധാനമായ ഇനം. ഇതിൽ തുണിത്തരങ്ങൾ, വസ്ത്രങ്ങൾ, തുകൽ, പാദരക്ഷകൾ, സമുദ്രോൽപ്പന്നങ്ങൾ, സ്പോർട്സ് സാധനങ്ങൾ, കളിപ്പാട്ടങ്ങൾ, ആഭരണങ്ങൾ, പിന്നെ രത്നങ്ങൾ, എന്തിനേറെ ഓട്ടോ പാർട്സ്, എഞ്ചിനീയറിംഗ് സാധനങ്ങൾ, ജൈവ വളം വരെ ഉൾപ്പെടുന്നുണ്ട്. മൊറോക്കോയിൽ അവധിക്കാലം ആഘോഷിക്കുന്നതിനിടെ തെരുവ് നായയുമായി സമ്പർക്കം പുലർത്തിയതിനെ തുടർന്ന് യോർക്ക്ഷയറിലെ ബാഴ്സലിയിൽ നിന്നുള്ള ഇവോൺ ഫോർഡ് റാബിസ് ബാധിച്ച് മരിച്ചതായി UK ഹെൽത്ത് സെക്യൂരിറ്റി ഏജൻസി അറിയിച്ചു. ഇവോൺ ഫോർഡ് ഫെബ്രുവരി വടക്കേ ആഫ്രിക്കൻ രാജ്യത്തു നിന്നും മടങ്ങിയെത്തിയ ശേഷം യോർക്ക്ഷയറിലെ ഹംബറിൽ വെച്ച് രോഗം സ്ഥിരീകരിച്ചു. ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ഫോർഡിന്റെ മകൾ റോബിൻ തോംസൺ തന്റെ അമ്മയ്ക്ക് ഒരു നായ്ക്കുട്ടി ചെറുതായി ചൊറിഞ്ഞതിനെ തുടർന്ന് അണുബാധയുണ്ടായതായി കുറിച്ചു. ആളുകൾക്കിടയിൽ റാബിസ് പകരാൻ സാധ്യതയുണ്ട് എന്നതിന് തെളിവുകളില്ലാത്തതിനാൽ പൊതുജനങ്ങൾക്ക് അപകട സാധ്യതയില്ല എന്ന് UK HSA അറിയിച്ചു. മൃഗങ്ങളുടെ കടിയേറ്റാൽ ഗൗരവമായി എടുക്കുക, നിങ്ങളുടെ വളർത്തു മൃഗങ്ങൾക്ക് വാക്സിനേഷൻ നൽകുക, നിങ്ങളുടെ ചുറ്റുമുള്ളവരെ ബോധവൽക്കരിക്കുക എന്ന അറിയിപ്പും ആരോഗ്യ ഏജൻസി നൽകിയിട്ടുണ്ട്.
സ്മാർട്ട് ഫോണുകളും ടാബ്ലറ്റുകളും കൂടുതൽ കാലം നിലനിൽക്കുവാനും എളുപ്പത്തിൽ റിപ്പയർ ചെയ്യുവാനും സഹായിക്കുന്നതിന് നിയമത്തിന്റെ പരിരക്ഷ ഉറപ്പുവരുത്തുന്ന നിയമനിർമ്മാണവുമായി യൂറോപ്യൻ യൂണിയൻ. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഗ്യാരണ്ടി, ബാറ്ററി ദീർഘായുസ്, സ്പെയർ പാർട്സ് ലഭ്യത എന്നിവ യൂറോപ്പിൽ ഉറപ്പു നൽകുന്ന പുതിയ നയം ജൂൺ 20 നാളെ മുതൽ പ്രാബല്യത്തിൽ വരും. കമ്പനികൾ കുറഞ്ഞത് 5 വർഷത്തേക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകൾ നൽകണമെന്ന് നിയമം നിഷ്കർഷിക്കുന്നു. ഇത് ഫോണിന്റെ വിൽപ്പന അവസാനിച്ച ദിവസം മുതൽ കണക്കാക്കുമെന്നതാണ് പ്രത്യേകത. സെക്യൂരിറ്റി പാച്ചുകളും ഓപ്പറേറ്റിംഗ് സിസ്റ്റം അപ്ഡേറ്റുകളും ഇതിൽ ഉൾപ്പെടും. ഇത് ഫോണുകൾ കൂടുതൽ സുരക്ഷിതമാക്കും. ബാറ്ററികൾ 800 ചാർജിംഗ് സൈക്കിളുകൾക്ക് ശേഷവും 80% കപ്പാസിറ്റി നിലനിർത്തണമെന്നതാണ് മറ്റൊരു വ്യവസ്ഥ. ഇത് ബാറ്ററി കൂടുതൽ കാലം ഉപയോഗിക്കാൻ സഹായിക്കും. ദിവസേന ചാർജ് ചെയ്യുന്ന ഉപയോക്താക്കൾക്ക് 2 വർഷത്തിലധികം നല്ല പ്രകടനം പ്രതീക്ഷിക്കാം. കമ്പനികൾ 7 വർഷത്തേക്ക് സ്പെയർ പാർട്സ് ലഭ്യമാക്കണമെന്ന വ്യവസ്ഥയും നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാറ്ററി, ക്യാമറ, ഡിസ്പ്ലേ എന്നിവ 5 മുതൽ 10 ദിവസത്തിനുള്ളിൽ ലഭ്യമാക്കണം. സാധാരണ ടൂളുകൾ ഉപയോഗിച്ച് റിപ്പയർ ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ഫോണുകൾ ഡിസൈൻ ചെയ്യണം. UK-യിലെ വായു മലിനീകരണം മൂലം ആഴ്ചയിൽ 500-ലധികം മരണങ്ങൾ സംഭവിക്കുന്നു എന്ന് റോയൽ കോളേജ് ഓഫ് ഫിസിഷ്യൻസ് റിപ്പോർട്ടിൽ മുന്നറിയിപ്പ്. ജനസംഖ്യയുടെ 99% പേരും വിഷവായു ശ്വസിക്കുന്നതായി ഡോക്ടർമാർ പറഞ്ഞു. ഇതിലൂടെ NHS പരിചരണം, ഉൽപാദനക്ഷമത നഷ്ടം എന്നിവയിൽ ആഴ്ചയിൽ 500 മില്യൺ പൗണ്ടിലധികം നഷ്ടം സംഭവിക്കുന്നു. വായു മലിനീകരണം ശരീരത്തിലെ മിക്കവാറും എല്ലാ അവയവങ്ങളെയും ആരോഗ്യപരമായി ബാധിക്കുന്നു. മരണനിരക്കിലും ആരോഗ്യകരമായ ആയുർദൈർഘ്യത്തിലും ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ വ്യക്തികൾ, സമൂഹം, സമ്പദ്വ്യവസ്ഥ, NHS എന്നിവയിലെ പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ് എന്ന് റോയൽ കോളേജ് ഓഫ് ഫിസിഷ്യൻസ് കോളേജ് നടത്തിയ റിപ്പോർട്ടിൽ കണ്ടെത്തി. 15ാം വർഷം നിറവിൽ നിൽക്കുന്ന കേംബ്രിഡ്ജ് മലയാളി അസോസിയേഷന്റെ 2025-26 കാലത്തേക്കുള്ള പുതിയ ഭരണസമിതിയിലേക്ക് സിനോയ് തോമസിനെ പ്രസിഡന്റായും ലേഖ ഷിനുവിനെ സെക്രട്ടറിയായും തിരഞ്ഞെടുത്തു. ട്രഷറർ ശ്രീജു പുരുഷോത്തമൻ, വൈസ് പ്രസിഡന്റ് ചാൾസ് ജോസ്, ജോയിന്റ് സെക്രട്ടറി സജീവ് വർഗീസ്, ജോയിന്റ് ട്രഷറർ ജോജി ജോസഫ്, പബ്ലിക് റിലേഷൻസ് ഹരികുമാർ മേനോൻ, യുഗ്മയുടെ പ്രതിനിധികളായി ആന്റണി ജോർജ്, ജോജി ജോസഫ്, അബ്രഹാം ലൂക്കോസ് അടക്കം 19 പേരടങ്ങിയ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും ചുമതലയേറ്റു. കേംബ്രിഡ്ജ് മലയാളി അസോസിയേഷൻ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും കലാകായിക രംഗത്തും മുൻപന്തിയിൽ നിൽക്കുന്ന ബ്രിട്ടനിലെ പ്രധാന അസോസിയേഷനുകൾ ഒന്നാണ്. കേംബ്രിഡ്ജ് മേഖലയിലെ മലയാളികളുടെ കൂട്ടായ്മയ്ക്കും ക്ഷേമ പ്രവർത്തനങ്ങൾക്കുമായി കുട്ടികളുടെ കലാപരവും കായികപരവുമായ കഴിവുകളെ പരിപോഷിപ്പിക്കുന്നതിനാവശ്യമായ പുതിയ കാൽവെപ്പുകളുമായി മുന്നോട്ടു പോകുമെന്നും പുതിയ ഭരണസമിതി അറിയിച്ചു. ബാർബിക്യൂ, സ്പോർട്സ് ഡേ, പുരുഷ വനിതാ ദിനങ്ങൾ, ക്രിസ്മസ്, ന്യൂ ഇയർ, ഈസ്റ്റർ, വിഷു ആഘോഷങ്ങൾക്കായുള്ള മുന്നൊരുക്കങ്ങളും ഭവനരഹിതർക്കായി ആരംഭിച്ച കരുണ എന്ന ഗൃഹനിർമ്മാണ പദ്ധതിയുടെ ആദ്യഘട്ട പ്രവർത്തനങ്ങളും ആരംഭിച്ചതായി അസോസിയേഷൻ വ്യക്തമാക്കി. കേരളം ഉറ്റുനോക്കിയ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പ്രചാരണ രംഗത്ത് ശക്തമായ പ്രവർത്തനങ്ങൾ നടത്തി ശ്രദ്ധ നേടുകയാണ് ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് UK-യുടെ കീഴിലുള്ള കേരള ചാപ്റ്റർ. മറ്റ് രാജ്യങ്ങളിലുള്ള കോൺഗ്രസ് അനുകൂല പ്രവാസി സംഘടനകളെക്കാൾ ഒരുപടി മുന്നിലായിരുന്നു IOC UK-യുടെ പ്രവർത്തനങ്ങൾ. ഇംഗ്ലണ്ടിൽ നിന്നെത്തിയ അഷീർ റഹ്മാൻ, അബ്ദുൾ റഹ്മാൻ, അർഷാദ് ഇഫ്തിഖറുദ്ദീൻ, അസ്ദാദ് അജാസ് തുടങ്ങിയവർ നേതൃത്വം നൽകിയ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത് IOC UK കേരള ചാപ്റ്റേഴ്സിന്റെ ദേശീയ അധ്യക്ഷൻ സുജു K ഡാനിയലാണ്. മാസ് ക്യാമ്പയിനിങ്ങിന്റെ ഭാഗമായി മണ്ഡലത്തിൽ വിതരണം ചെയ്ത സ്ഥാനാർത്ഥിയുടെയും IOC-യുടെ ലോഗോയും ആലേഖനം ചെയ്ത ടീഷർട്ടിന്റെ വിതരണോദ്ഘാടനം KPCC വർക്കിംഗ് പ്രസിഡന്റും വണ്ടൂർ MLA-യും രാഷ്ട്രീയകാര്യ സമിതി അംഗവുമായ AP അനിൽകുമാർ നിർവഹിച്ചു. തുടർന്ന് കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ ഉദ്ഘാടനം ചെയ്ത ക്യാമ്പയിനിംഗ് നിലമ്പൂർ മണ്ഡലത്തിലെ വഴിക്കടവ് മണ്ഡലം കേന്ദ്രീകരിച്ച് 5 യൂണിറ്റുകളായി തിരഞ്ഞ 34 അംഗ സംഘം പ്രവർത്തനം തുടങ്ങി. കടകളും വീടുകളും പൊതുസ്ഥലങ്ങളും സന്ദർശിച്ച് വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്ന രീതിയാണ് കണ്ടുവന്നത്. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ചിട്ടയായ പ്രവർത്തനമാണ് വഴിക്കടവ് പഞ്ചായത്ത് കാഴ്ചവെച്ചത്. മണ്ഡലത്തിലെ ഫ്ലക്സ് ബോർഡുകളും ബാനറുകളും സ്ഥാപിച്ച് നടത്തിയ പ്രചാരണ പ്രവർത്തനങ്ങൾ പ്രവർത്തകർക്കായി വലിയ ആവേശമാണ് നൽകിയത്. ഇനി ആനന്ദ് ട്രാവൽ UK പൗണ്ട് ഇന്നത്തെ മൂല്യം: ഒരു പൗണ്ട് 116.14 ഇന്ത്യൻ രൂപ, ഒരു US ഡോളർ 86.68 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 99.30 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.34 US ഡോളർ. ഇനിയൊരു ഇടവേള. വീണ്ടും വാർത്തകളിലേക്ക്. ഗൾഫ് ന്യൂസ്. വ്യോമാതിർത്തി അടച്ചത് മൂലം വിമാന സർവീസുകൾ നിർത്തിവെച്ചതോടെ ഇറാനിലേക്ക് മടങ്ങാനാവാതെ UAE-യിൽ കുടുങ്ങിക്കിടക്കുന്നവരുടെ അനധികൃത താമസത്തിനുള്ള പിഴ ഒഴിവാക്കിയതായി ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി, സിറ്റിസൺഷിപ്പ്, കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി അറിയിച്ചു.
എല്ലാത്തരം വിസക്കാർക്കും ഇത് ബാധകമാണ്. മാനുഷിക പരിഗണനയുടെ ഭാഗമായാണ് തീരുമാനമെന്നും ICP സ്മാർട്ട് സർവീസ് പ്ലാറ്റ്ഫോം വഴിയോ കസ്റ്റമർ ഹാപ്പിനെസ് സെന്റർ വഴിയോ ബന്ധപ്പെട്ടാൽ പിഴ ഒഴിവാക്കാമെന്നും വ്യക്തമാക്കി. അടുത്ത 6 മാസത്തിലധികം ഉപയോഗിക്കാൻ പര്യാപ്തമായ അളവിലുള്ള അവശ്യ ഭക്ഷ്യോൽപ്പന്നങ്ങൾ രാജ്യത്തിന്റെ ദേശീയ കരുതൽ ശേഖരത്തിലുണ്ടെന്ന് കുവൈറ്റ് വാണിജ്യ മന്ത്രാലയം. ഇറാനും ഇസ്രയേലും തമ്മിലുള്ള നിലവിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ അടിയന്തര സാഹചര്യത്തെ നേരിടാൻ ആവശ്യമായ എല്ലാ മുൻകരുതലുകളും സ്വീകരിക്കുന്നതിന്റെ ഭാഗമായാണ് അവശ്യ ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ ലഭ്യത ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾ അധികൃതർ സ്വീകരിച്ചിരിക്കുന്നത്. അടിയന്തര സാഹചര്യത്തിൽ ഭക്ഷ്യസാധനങ്ങളുടെ സുഗമമായ വിതരണവും ലഭ്യതയും ഉറപ്പാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള സ്ട്രാറ്റജിക് പദ്ധതികളും തയ്യാറാക്കിയതായി വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന്റെ സപ്ലൈ വകുപ്പ് ഡയറക്ടർ സലാഹ് അൽ റഷീദ് വ്യക്തമാക്കി. സൗദിയിലെ ഹോട്ടലുകൾ ജൂലൈ ആദ്യത്തോടെ ഭക്ഷണത്തിലെ ചേരുവകൾ, കഫീൻ, കലോറി എന്നിവ വിശദീകരിക്കുന്ന ബോർഡുകൾ സ്ഥാപിക്കുന്നത് നിർബന്ധമാക്കണമെന്നും സൗദി ഫുഡ് ആൻഡ് ഡ്രഗ് അതോറിറ്റി അറിയിച്ചു. ഉപഭോക്താക്കൾക്ക് അവർ കഴിക്കുന്ന ഭക്ഷണം സംബന്ധിച്ച് കൂടുതൽ കൃത്യമായ വിവരങ്ങൾ ലഭ്യമാക്കണം. ഉയർന്ന അളവിൽ ഉപ്പ് അടങ്ങിയ ഭക്ഷണങ്ങളുടെ സമീപം അക്കാര്യം പ്രത്യേകം രേഖപ്പെടുത്തണം. പാനീയങ്ങളിലെ കഫീന്റെ അളവ് എത്രയാണ്, ഭക്ഷണം കഴിക്കുന്നതിലൂടെ ലഭിക്കുന്ന കലോറി എരിച്ചു കളയാൻ എത്ര സമയം എടുക്കും തുടങ്ങിയ വിവരങ്ങൾ മെനുവിൽ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കണം. ഓൺലൈനിൽ ഭക്ഷണം ഓർഡർ ചെയ്യുന്ന സ്ഥാപനങ്ങൾക്കും ഈ നിയമം ബാധകമാണ്. ഭക്ഷണശാല ഉടമകൾക്കും ഉപയോക്താക്കൾക്കും സൗദി ഫുഡ് ആൻഡ് ഡ്രഗ് അതോറിറ്റിയുടെ വെബ്സൈറ്റിലൂടെ ഓൺലൈൻ കഫീൻ കാൽക്കുലേറ്റർ ഉപയോഗിക്കാവുന്നതാണെന്നും അതോറിറ്റി കൂട്ടിച്ചേർത്തു. ഇനി ആനന്ദ് ട്രാവൽ GCC ഇന്ത്യ നാണയ വിനിമയ നിരക്ക്. ഒരു സൗദി റിയാൽ 23.10 ഇന്ത്യൻ രൂപ, ഒരു UAE ദിർഹം 23.61 ഇന്ത്യൻ രൂപ, ഒരു കുവൈറ്റി ദിനാർ 282.90 ഇന്ത്യൻ രൂപ, ഒരു ഒമാനി റിയാൽ 116.14 ഇന്ത്യൻ രൂപ. ഇനി നാഷണൽ വാർത്തകൾ. അഹമ്മദാബാദിൽ തകർന്നു വീണ എയർ ഇന്ത്യയുടെ ബോയിങ് 7878 ഡ്രീം ലൈനർ വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് വിവരം. ബ്ലാക്ക് ബോക്സ് വിദേശത്തേക്ക് അയച്ച് പരിശോധന നടത്തിയേക്കുമെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ അന്തിമ തീരുമാനമെടുക്കും. വാഷിംഗ്ടണിലെ നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡിലേക്ക് ബ്ലാക്ക് ബോക്സ് അയച്ചേക്കുമെന്നാണ് സൂചന. ബ്ലാക്ക് ബോക്സ് US-ലേക്ക് അയച്ചാൽ എല്ലാ പ്രോട്ടോക്കോളുകളും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ഇന്ത്യൻ ഉദ്യോഗസ്ഥരുടെ ഒരു സംഘം അങ്ങോട്ടേക്ക് പോകുമെന്നാണ് വ്യോമയാന മന്ത്രാലയത്തിലെ ഉന്നത വൃത്തങ്ങൾ പറയുന്നത്. ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായി ഇറാനിൽ കുടുങ്ങിയ 110 ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ സംഘം ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി രാജ്യാന്തര വിമാനത്താവളത്തിലെത്തി. വന്നവരിൽ 90 വിദ്യാർത്ഥികളും ജമ്മു കാശ്മീരിൽ നിന്നുള്ളവരാണ്. ഉന്നത ഉദ്യോഗസ്ഥരടക്കം വിദ്യാർത്ഥികളെ സ്വീകരിക്കാനായി എത്തിയിരുന്നു. ഇറാനിൽ 13,000-ലധികം ഇന്ത്യൻ വിദ്യാർത്ഥികളുണ്ടെന്നാണ് കണക്ക്. ഇതിൽ ഭൂരിപക്ഷവും മെഡിക്കൽ വിദ്യാർത്ഥികളാണ്. സമയബന്ധിതമായുള്ള ഒഴിപ്പിക്കൽ ശ്രമത്തിനു ജമ്മു കാശ്മീർ വിദ്യാർത്ഥി അസോസിയേഷൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും വിദേശകാര്യമന്ത്രി S. ജയശങ്കറിനും നന്ദി പറഞ്ഞു. മറ്റു വിദ്യാർത്ഥികളെ ഉടൻ നാട്ടിലേക്ക് എത്തിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി വിദ്യാർത്ഥി അസോസിയേഷൻ വ്യക്തമാക്കി. പാകിസ്ഥാൻ സേനാ മേധാവി അസീം മുനീറിനെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൌസിലെ ക്യാബിനറ്റ് റൂമിൽ വിരുന്നിനു ക്ഷണിച്ചത് പുതിയ വിവാദത്തിന് തുടക്കമിട്ടു. ട്രംപിന്റെ ക്ഷണം നയതന്ത്ര വിജയമെന്നും പാക് മാധ്യമങ്ങൾ കൊട്ടിഘോഷിക്കുന്നതിനിടെ ഇന്ത്യയ്ക്കിത് വൻ നയതന്ത്ര തിരിച്ചടിയാണെന്ന് ചൂണ്ടിക്കാട്ടിയും കേന്ദ്രത്തെ രൂക്ഷമായി വിമർശിച്ചും കോൺഗ്രസ് രംഗത്ത്. പാക് സേനാ മേധാവിയെ ക്ഷണിച്ചതിലുള്ള അതിർത്തി മോദി ട്രംപുമായി ഫോണിൽ സംസാരിച്ചപ്പോൾ വ്യക്തമാക്കണമായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരിച്ചെത്തിയാലുടൻ സർവകക്ഷി യോഗം വിളിക്കണമെന്നും ആവശ്യപ്പെട്ടു. ഇന്ത്യ പാക് വെടിനിർത്തൽ സാധ്യമാക്കിയത് താനാണെന്ന ട്രംപിന്റെ അവകാശവാദം മോദി പാർലമെന്റിൽ നിഷേധിക്കണമെന്നും AICC ജനറൽ സെക്രട്ടറി ജയറാം രമേശ് ആവശ്യപ്പെട്ടു. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് പാകിസ്ഥാൻ ലോകത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നതായി UN മനുഷ്യാവകാശ കൗൺസിൽ ഇന്ത്യ ആരോപിച്ചു. ഭീകരതയുടെ പ്രഭവ കേന്ദ്രമായിരിക്കുമ്പോഴും ഇരയായി ഭാവിക്കുകയാണ് പാകിസ്ഥാൻ എന്നും ഇന്ത്യൻ പ്രതിനിധി ക്ഷിതിജ് ത്യാഗിയെ ആഞ്ഞടിച്ചു. ഇനി സ്പോർട്സ്. ഫിഫ ക്ലബ് വേൾഡ് കപ്പ് പോരാട്ടത്തിൽ അൽ എയ്നെതിരെ എതിരില്ലാത്ത 5 ഗോളിന് തോൽപ്പിച്ച് ഇവൻസ്. വാഷിംഗ്ടണിലെ ഓഡി ഫീൽഡിൽ നടന്ന പോരാട്ടത്തിൽ UAE ടീമിനെ തീർത്തും നിഷ്പ്രഭമാക്കുന്ന പ്രകടനമാണ് ഇറ്റാലിയൻ വമ്പന്മാർ നടത്തിയത്. കോലോ മുവാനി, ഫ്രാൻസിസ്കോ കോൺസിക്കാവോ എന്നിവർ ഇരട്ട ഗോളുകൾ നേടിയപ്പോൾ കെനൻ എൽസിനെ 1 ഗോൾ നേടി. ക്ലബ് വേൾഡ് കപ്പിൽ ഓക്ലാൻഡ് സിറ്റി കഴിഞ്ഞാൽ ആഗോള റാങ്കിംഗ് പിന്നിലുള്ള രണ്ടാമത്തെ ക്ലബ്ബാണ് അൽ എയ്ൻ. ഇന്ന് നടന്ന പ്രധാന മറ്റു മത്സരങ്ങൾ മാഞ്ചസ്റ്റർ സിറ്റി വയാദിൻ കാസാബ്ലയെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് തോൽപ്പിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
കീഴടങ്ങണമെന്ന ഭീഷണിയുമായി എത്തിയ അമേരിക്കയ്ക്ക് ഉറച്ച ശബ്ദത്തിൽ മറുപടി നൽകി ആയത്തുള്ള അലി ഖൊമേനി. ഇറാഖിലെ ആണവ കേന്ദ്രം ആക്രമിച്ച ഇസ്രായേലിന് വീണ്ടും തിരിച്ചടിയുമായി ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ മടങ്ങിയെത്തുന്ന കേരളീയർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കണമെന്ന് ഡൽഹി കേരള ഹൌസിൽ നിർദ്ദേശം നൽകി പിണറായി വിജയൻ. കെയർ സ്റ്റാമറുമായി G7 ഉച്ചകോടിക്കിടെ നടന്ന കൂടിക്കാഴ്ച അസാധാരണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. UK-യിലെ വായു മലിനീകരണം മൂലം ആഴ്ചയിൽ 500-ലധികം മരണങ്ങൾ സംഭവിക്കുന്നുവെന്ന് റോയൽ കോളേജ് ഓഫ് ഫിസിഷ്യൻസ് റിപ്പോർട്ട്. കേംബ്രിഡ്ജ് മലയാളി അസോസിയേഷന്റെ ഭരണസമിതിയിൽ പുതിയ പ്രസിഡന്റ് സിനോയ് തോമസ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പ്രചാരണ രംഗത്ത് ശക്തമായ പ്രവർത്തനങ്ങൾ നടത്തി ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് UK കേരള ചാപ്റ്റർ. 6 മാസത്തിലധികം ഉപയോഗിക്കാൻ പര്യാപ്തമായ അളവിലുള്ള അവശ്യ ഭക്ഷ്യോൽപ്പന്നങ്ങൾ ദേശീയ കരുതൽ ശേഖരത്തിലുണ്ടെന്ന് കുവൈറ്റ് വാണിജ്യ മന്ത്രാലയം. ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.